Hello friends, welcome to Swagam. Now, this episode is different variety recipe. Variety chicken fish but soya bean protein rich soya bean. This soya bean is a recipe. When you prepare it, put a change idea can change your life in you change this soya bean is a different recipe. Okay? Now, video application application Jigwick Jigwick fun application. TikTok version application. TikTok different features important feature the video upload video upload different image upload application Jigwick the application. Download Play Store application Jigwick type Play Store application download video description box link link Jigwick download enjoy Jigwick download enjoy അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് കുറച്ച് വെള്ളം ഇതിലേക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും തിളക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഒരു കപ്പ് സോയാബീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ശരിക്കും ഒന്ന് തിളക്കണം. ആ തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഏകദേശം ഒരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കാം. ഇപ്പോൾ ഏകദേശം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം നമുക്ക് ഈ സോയ ബീൻസ് ഓരോന്ന് ശരിക്കും കൈകൊണ്ട് ശരിക്കും ഞെക്കി അതിന് വെള്ളം കളഞ്ഞ് എടുക്കാം. അപ്പോൾ എന്നാലും ഇത് നമുക്കൊന്ന് തണുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും വെള്ളമൊക്കെ ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 മുട്ട. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി. അതിനുശേഷം ഇതെല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും മിക്സ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പൊടി ഇട്ട് കൊടുക്കാം. അതായത് ഞാനിവിടെ ചേർക്കുന്നത് കോൺഫ്ലവർ പൗഡറാണ്. നിങ്ങൾക്ക് ഈ കോൺഫ്ലവർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ മൈദ, അതായത് നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന മൈദ ഉണ്ടല്ലോ, ആ മൈദയാണെങ്കിലും ആഡ് ചെയ്താൽ മതി. ഞാൻ 2 സ്പൂൺ ഇത്രയും വലിപ്പത്തിലുള്ള 2 സ്പൂണാണ് ഞാൻ ഇടുന്നത്. 2 സ്പൂൺ കോൺഫ്ലവർ പൗഡർ നമ്മൾ ഇടുന്നു. നല്ല ക്രിസ്പി ആകാൻ വേണ്ടി ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സോയ. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും ഒന്ന് ഇളക്കുക. ഇതുകൂടി ഇട്ട ശേഷം ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോ ചങ്ക്സും ഇതിലേക്ക് ഇട്ട് ശരിക്കും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും ഫ്രൈ ചെയ്തെടുത്ത ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരല്പം വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തേക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരല്പം ഇഞ്ചിയും കൂടി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരല്പം സബോള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ സബോളയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കൂടിയിട്ട്
ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരല്പം ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഇട്ട് ശരിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഏകദേശം നല്ല തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ തക്കാളിയും ഇതെല്ലാം ശരിക്ക് ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരല്പം മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരല്പം മല്ലിപ്പൊടിയും കൂടെ, പിന്നെ നമുക്ക് ഒരല്പം ഗരം മസാലയും കൂടി. നമുക്കിതെല്ലാം കൂടി ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ പച്ചമണം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഏകദേശം ഒരു 3 സ്പൂണോളം നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞ് നമുക്ക് ഒഴിക്കാം. നല്ല ഒരു ടിപ്പിക്കലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സോയ ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഈ തിക്കാറുള്ള ഈ ഗ്രേവി എല്ലാം കൂടെ ശരിക്കും മിക്സ് ആവണം. അതുപോലെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയയും കൂടെ ചേർത്ത ശേഷം നമുക്കതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളകും ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ടേക്കുന്നത് ഇടാം. അതുകൂടെ കൂട്ടിയ ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിന് ലാസ്റ്റായിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ സോയ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിനാണ് നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സോയ. അപ്പോൾ ഇതാണ് നമ്മുടെ കിടിലം സോയ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി. നല്ല സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ടും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും എന്താ കണ്ടാൽ തന്നെ നല്ല നിറമുണ്ട്, നല്ല മണമുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരെണ്ണം അങ്ങ് എടുക്കാം. അത്യാവശ്യം ചൂടുമുണ്ടോ. അത് ആ ചങ്ക്സ് ഈ സോയ നല്ല ക്രിസ്പിയാണ്. നമ്മൾ സെപ്പറേറ്റ് വാർത്തുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. അതോടൊപ്പം തന്നെ ഈ മസാലകൾ ഇതെല്ലാം കൂടെ പിടിച്ച് നമ്മളോ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ഇറച്ചി മീനിനും പകരം ഇതുപോലെ ഒന്ന് വെറൈറ്റി നോക്കുക. ഒരു ചേഞ്ച് ആവും. അത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ശരി, അത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ ആണെങ്കിൽ കൂടെ ആണെങ്കിലും ശരി, ഒരു ചേഞ്ചോ. അതോടൊപ്പം ഞാൻ പറഞ്ഞതാണ് അത് ഒരുപാട് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ്. അത്യാവശ്യം എരിവ്, അത്യാവശ്യം പുളി, മറ്റുള്ള എല്ലാം ഇഞ്ചി, സവാള, ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് വരുന്നതിന് കിടിലം വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എന്നാലും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുക. എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ഓരോ പ്രചോദനം, ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കാതിരിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ ഈസി ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ, ഇതിലും വെറൈറ്റി ആയ, ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.
താങ്ക് യു വെരി മച്ച്.